വഴിയരികിൽ വണ്ടിയിടിച്ചു മരിച്ച ഒരുവളുടെ കണ്ണട. ആദിത്യ KGയുടെ കണ്ണടയാണ്. കേട്ടിരിക്കണം. വളരെ ചെറിയ കവിതയാണ്, കേട്ടിരിക്കണേ. വഴിയരികിൽ വണ്ടിയിടിച്ചു മരിച്ച ഒരുവളുടെ കണ്ണട. വഴിയരികിൽ വണ്ടിയിടിച്ചു മരിച്ച ഒരുവളുടെ കണ്ണട. അതാണ് കവിത. ആ കവിതയിലെ വരികളാണ്. വെറുതെ കിടക്കുന്നത് കണ്ട് അയാളൊന്ന് എടുത്തു നോക്കി. കേടൊന്നും പറ്റിയിട്ടില്ല. അയാളത് സ്വന്തം കണ്ണിൽ വെച്ചു നോക്കി. പൊടുന്നനെ കാഴ്ചകൾ ഓരോന്ന് മാറാൻ തുടങ്ങി. പൊടുന്നനെ കാഴ്ചകൾ ഓരോന്ന് മാറാൻ തുടങ്ങി. നിന്ന സ്ഥലത്ത് നിന്ന് പറിച്ചെടുത്ത് മറ്റൊരു ലോകത്ത് പ്രതിഷ്ഠിച്ചതുപോലെ. മുൻവശത്ത് കരിയും നനവും ഇഴചേരുന്ന പഴകിയ ഒരു നെറ്റിയിലേക്ക് അയാളുടെ വേഷം വളർന്നു. നൈറ്റി ഒന്ന് പൊക്കി അടിപ്പാവാടയിൽ ചെരുകി വെച്ച് അയാൾ അവളിലേക്ക് ഇറങ്ങിപ്പോയി. എച്ചിൽ മണക്കുന്ന അടുക്കളയിൽ അഴിഞ്ഞു വീഴാൻ തുടങ്ങുന്ന മുടി ഉച്ചിയിൽ വാരിക്കെട്ടിവെച്ച് അയാൾ അടുക്കളയെ തന്നിലേക്ക് തിരിച്ചു വെച്ചു. കഴുകാനും തുടയ്ക്കാനും വെക്കാനും വിളമ്പാനും പറക്കാനും ഒതുക്കാനും തൂത്തു തുടയ്ക്കാനുമായി അടുക്കള അയാൾക്ക് മുന്നിൽ വെറുതെ നീണ്ടുകിടന്നു. കഴുകാനും തുടയ്ക്കാനും വെക്കാനും വിളമ്പാനും പറക്കാനും ഒതുക്കാനും തൂത്തു തുടയ്ക്കാനുമായി അടുക്കള അയാൾക്ക് മുന്നിൽ വെറുതെ നീണ്ടുകിടന്നു. തേഞ്ഞു തീരാറായൊരു കുറ്റിച്ചൂല് അടുക്കളയ്ക്കപ്പുറത്തിരുന്ന് നെടുവീർപ്പുതിർത്തു. തേഞ്ഞു തീരാറായൊരു കുറ്റിച്ചൂല് അടുക്കളയ്ക്കപ്പുറത്തിരുന്ന് നെടുവീർപ്പുതിർത്തു. ചളിച്ചു തുടങ്ങിയ എച്ചിൽ മണം വീർപ്പ് മുട്ടിയപ്പോൾ അയാൾക്ക് ഓക്കാനം വന്നു. ചളിച്ചു തുടങ്ങിയ എച്ചിൽ മണം വീർപ്പ് മുട്ടിയപ്പോൾ അയാൾക്ക് ഓക്കാനം വന്നു. പെട്ടെന്ന് കണ്ണടയൂരി അയാൾ തന്നിലേക്ക് തിരിച്ചു വന്നു. പെട്ടെന്ന് കണ്ണടയൂരി അയാൾ തന്നിലേക്ക് തിരിച്ചു വന്നു. ഈ വിധം രക്ഷപ്പെടാൻ മരിച്ചവൾക്ക് പറ്റില്ലല്ലോ. ഈ വിധം രക്ഷപ്പെടാൻ മരിച്ചവൾക്ക് പറ്റില്ലല്ലോ. കണ്ണട മാത്രം ഖേദിച്ചു. ഈ വിധം രക്ഷപ്പെടാൻ മരിച്ചവൾക്ക് പറ്റില്ലല്ലോ. കണ്ണട മാത്രം ഖേദിച്ചു. കണ്ണട ആദിത്യ KG. എത്ര മനോഹരമാണ് ഈ കവിത. മരിച്ചു കിടക്കുന്ന ഒരുവരുടെ കണ്ണട എടുത്ത് അണിഞ്ഞ ഒരാളുടെ മനോവ്യാപാരമാണിത്. മരിച്ചു കിടക്കുന്ന ഒരുവൾ, അവൾ വീട്ടിലേക്ക് മടങ്ങിച്ചെന്നാൽ അവൾക്ക് കാത്തിരിക്കുന്ന അടുക്കളയുണ്ട്. അവിടെ കാത്തിരിക്കുന്ന പാത്രങ്ങളുണ്ട്. അടുക്കളയിലെ എച്ചിലുണ്ട്. അതെല്ലാം ഉപേക്ഷിച്ച് അവൾ പോവുകയാണ്. അതുകൊണ്ട് മരിച്ചു കിടക്കുന്ന ഒരുവളുടെ കണ്ണട എടുത്ത് അണിഞ്ഞ് അവളിലേക്ക് സന്നിവേശിച്ച് കടന്നു പോകുന്ന അയാളുടെ മനോവ്യാപാരമാണ് ഈ കവിത. അതിമനോഹരമാണ് ആദിത്യ KGയുടെ ഈ കവിത. എനിക്കേറെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.